ഹലോ ഫ്രണ്ട്സ്, ടെക്സ ക്രൗഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്ഭുതകരവും കേട്ടുകേൾവിയില്ലാത്തതും അത്ഭുതകരവുമായ ഒരു ബിസിനസ് അവസരത്തെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾ ഒന്നോ രണ്ടോ തവണ ശ്രദ്ധാപൂർവം കണ്ടാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തീർച്ചയായും മാറുമെന്നതിൽ സംശയമില്ല. ഇപ്പോൾ പദ്ധതിയെക്കുറിച്ച് പഠിക്കാം. പ്രോജക്റ്റിന്റെ പേര് ടെക്സ ക്രൗഡ് എന്നാണ്. ടെക്സ ഫോഴ്സിന്റെ ഒരു പിന്തുണ ആവാസവ്യവസ്ഥ. ടെക്സ ഫോഴ്സ് ദുബായ് ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ്. ഇതിന്റെ സ്ഥാപകൻ ദുബായിലാണ്, സഹസ്ഥാപകർ ചെന്നൈയിൽ നിന്നും മധുരയിൽ നിന്നും പ്രവർത്തിക്കുന്നു. ഈ ടെക്സ ജനക്കൂട്ടത്തിൽ ടെക്സ എന്ന ക്രിപ്റ്റോ നാണയം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു. ഈ ടെക്സ ഒരു നാണയമാണ്, ഒരു ടോക്കണല്ല. കാരണം ടെക്സ നാണയത്തിന് അതിന്റേതായ ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ഒരു നാണയത്തിനും ടോക്കണിനും ഇടയിലുള്ള പ്രധാന വ്യത്യാസം, ഒരു നാണയം സ്വന്തം ബ്ലോക്ക് ചെയിൻ ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടാൽ അതിനെ ഒരു ടോക്കൺ എന്ന് വിളിക്കുന്നു എന്നതാണ്. ആ ടോക്കണിന് അതിന്റേതായ ബ്ലോക്ക് ചെയിൻ ഉണ്ടെങ്കിൽ അതിനെ ഒരു നാണയം എന്ന് വിളിക്കുന്നു. അതിനാൽ ഈ ടെക്സ ക്രൗഡ് പ്രോജക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം, ആരും തോൽക്കുന്നില്ല, എല്ലാവരും പണം സമ്പാദിക്കുന്നു എന്നതാണ്. ഇത് പൂർണ്ണമായും വികേന്ദ്രീകൃതമായ ഒരു ബിസിനസ് പ്ലാനാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വ്യവസായത്തിലെ ഒരു വിപ്ലവമാണ് ഈ ടെക്സ ക്രൗഡ്. വിപ്ലവം എന്നാൽ വിപ്ലവകരമായ പദ്ധതി എന്നാണ് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, എല്ലാ യഥാർത്ഥ നെറ്റ്വർക്കിംഗ് നേതാക്കൾക്കും വേണ്ടിയുള്ള ലോകത്തിലെ ആദ്യത്തെ സുരക്ഷിതമായ ക്രിപ്റ്റോ പ്രോജക്റ്റ് കൂടിയാണിത്. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അടുത്തതായി ഞങ്ങൾ വിശദീകരിക്കും. ശ്രദ്ധയോടെ കേൾക്കൂ. ശരി, ടെക്സ ക്രൗഡിന്റെ അബൌട്ട് അസ് നെ സംബന്ധിച്ച്. ടെക്സ നാണയത്തിൽ ടെക്സ ഫോഴ്സിന്റെ ടെക്സ ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ടെക്സ ഫോഴ്സ് ഒരു ഗ്രീനറി പ്രോജക്റ്റിൽ പ്രവർത്തിക്കുന്നു. ആ പ്രോജക്റ്റിനായി അവർ ഒരു ഫണ്ട്റേസിംഗ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ഇത് ടെക്സ ഫോഴ്സ് കമ്പനിയുടെ ഒരു ആവാസ വ്യവസ്ഥയാണ്. ഇതൊരു കമ്മ്യൂണിറ്റി അധിഷ്ഠിത പ്രോജക്റ്റാണ്. ഞങ്ങൾ ടെക്സ ക്രൗഡായി സമാരംഭിച്ചു. അതിന്റെ ദർശനവും ദൗത്യവും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാനും കഴിയും. ഈ ക്രൗഡ് ഫണ്ടിംഗ് സംവിധാനത്തിലൂടെ നമുക്ക് വരുമാനം ലഭിക്കും. ക്രൗഡ് ഫണ്ടിംഗ് എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ഒരു പ്രോജക്റ്റ് തിരഞ്ഞെടുത്ത് ആ പ്രോജക്റ്റിനായി ഫണ്ട് സ്വരൂപിക്കുന്നതാണ് ക്രൗഡ് ഫണ്ടിംഗ്. അതായത്, ഇടനിലക്കാർ ഉണ്ടാകില്ല. അതിരുകളില്ലാത്ത ധനസഹായം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ലോകമെമ്പാടുമുള്ള ആർക്കും ഈ പ്രോജക്റ്റിനെ പിന്തുണയ്ക്കാൻ കഴിയും. ഈ പ്രോജക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ പിന്തുണയ്ക്കുന്ന സിസ്റ്റത്തിൽ ചേരുകയും പ്രോജക്റ്റ് വിജയകരമാക്കാൻ സഹായിക്കുകയും ചെയ്യും. അത്തരമൊരു അത്ഭുതകരമായ ക്രൗഡ് ഫണ്ടിംഗ് പ്രോജക്റ്റ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനാൽ ഇത് പലർക്കും ഇതിനകം അറിയാവുന്ന കാര്യമാണ്. ടെക്സ ബ്ലോക്ക് ചെയിൻ. ടെക്സ നാണയം എന്താണ്? ബ്ലോക്ക് ചെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇത് സുരക്ഷിതവും സുതാര്യവുമായ ഒരു സാങ്കേതികവിദ്യയാണ്. അതുപോലെ ടെക്സ നാണയത്തിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ടെക്സ നാണയം ടെക്സ ഫോഴ്സ് എന്ന കമ്പനിയുടെ നാണയമാണ്. ആകെ വിതരണം 100 കോടി നാണയങ്ങളാണ്. ഇന്ത്യൻ കോയിൻമാർക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത്, ഞങ്ങളുടെ നാണയം ഇന്ത്യയുടെ FIU രജിസ്റ്റർ ചെയ്ത ലീഗൽ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രധാന എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള ചർച്ചകളും അവർ നടത്തുന്നുണ്ട്. ചർച്ചകൾ ഇതിനകം നടക്കുന്നുണ്ട്. ഈ നാണയം വളരെ വേഗം ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യും. എല്ലാ ജോലികളും പുരോഗമിക്കുന്നു. അതിനാൽ അതിനുള്ള ഒരു പിന്തുണാ പരിപാടി എന്ന നിലയിൽ ഞങ്ങൾ ടെക്സ ക്രൗഡ് എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചു. എന്തുകൊണ്ട് നമ്മൾ ടെക്സ ക്രൗഡ് പ്രോജക്റ്റ് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഇത് 100% വികേന്ദ്രീകൃത പദ്ധതിയാണ്. ഒരു ബ്ലോക്ക് ചെയിൻ കമ്മ്യൂണിറ്റി അധിഷ്ഠിത പ്രോഗ്രാമിന്റെ പിന്തുണയോടെ ഈ പദ്ധതിക്ക് ആഗോളതലത്തിൽ എത്തിച്ചേരാനാകും. അതായത്, പങ്കെടുക്കുന്ന എല്ലാവർക്കും ഗണ്യമായ വരുമാനം നൽകാൻ കഴിയുന്ന ഒരു പദ്ധതിയാണിത്. അതിനാൽ നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുത്ത് വളരെ വലിയ വരുമാനം നേടാൻ കഴിയും. എന്തുകൊണ്ട് ടെക്സ ക്രൗഡ്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് 100% വികേന്ദ്രീകൃതവും യാന്ത്രികവുമായ സ്മാർട്ട് കരാറാണ്. കൂടാതെ ഈ സിസ്റ്റത്തിന് ഒരു മൂലധന റിട്ടേൺ പോളിസി പോലുമുണ്ട്. ഈ മൂലധന റിട്ടേൺ പോളിസി മുമ്പ് ആരും പരാമർശിച്ചിട്ടില്ലാത്ത ഒന്നാണ്. കൂടാതെ ഈ ബിസിനസ് പ്ലാനിൽ ഇത് ഒരു പ്രധാന ഘടകമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ ഒരു ആജീവനാന്ത പദ്ധതി എന്ന് പോലും നമുക്ക് വിളിക്കാം. എല്ലാവരും ഈ ബിസിനസ്സിൽ ചേരുകയും പണം സമ്പാദിക്കുകയും ഉയർന്ന തലത്തിൽ വിജയം നേടുകയും ചെയ്യുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. എന്നിരുന്നാലും 100% കമ്പനികളിലും ആളുകൾ വിജയിക്കുന്നതിനുപകരം പരാജയപ്പെടുന്നു. അവർ പരാജയപ്പെടുമ്പോൾ അവശേഷിക്കുന്നത് ഒരു നിശ്ചിത നഷ്ടമാണ്. ഈ പ്രോജക്റ്റിൽ ഒരു സവിശേഷത ചേർത്തിട്ടുണ്ട്. ആർക്കും നഷ്ടം സംഭവിക്കില്ല. ഈ പ്രോജക്റ്റിനെ സമൂഹത്തിന് 100% വിതരണം എന്ന് പോലും നമുക്ക് വിളിക്കാം. അപ്പോൾ ഇനി നമുക്ക് X2 സജീവ വരുമാന പദ്ധതി നോക്കാം. ജോയിനിങ് പാക്കേജ് $45 ആണ്. ആ തുക ഉപയോഗിച്ച് നിങ്ങൾ ഈ ബിസിനസ്സിൽ ചേരേണ്ടതുണ്ട്. ടെക്സ കോയിൻ ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ പ്രോജക്റ്റിൽ ചേരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്സ കോയിൻ എവിടെ നിന്ന് വാങ്ങാം? ഈ നാണയം ഇതിനകം ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അവിടെ വാങ്ങാം. നിങ്ങൾക്ക് ഇന്ത്യൻ രൂപ നിക്ഷേപിച്ച് ടെക്സ കോയിൻ വാങ്ങാം. നിങ്ങൾക്ക് USDT ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ടെക്സ കോയിനാക്കി മാറ്റി ഈ ബിസിനസ്സിൽ ചേരാം. അതിനാൽ നിങ്ങൾ $45 നൽകി ഈ ബിസിനസ്സിൽ ചേരുമ്പോൾ ഈ ബിസിനസ്സിൽ നിന്ന് 10 വ്യത്യസ്ത തരം വരുമാനം ലഭിക്കും. ആ 10 തരം വരുമാനം ഏതൊക്കെയാണ്? ഡയറക്റ്റ് റെഫറൽ, സ്പോൺസറിംഗ് വരുമാനം, സിൽവർ റോയൽറ്റി, ഗോൾഡ് റോയൽറ്റി, പ്ലാറ്റിനം റോയൽറ്റി, ഡയമണ്ട് റോയൽറ്റി, ഇൻഫിനിറ്റി ഇൻകം, ലൈഫ് ടൈം റോയൽറ്റി, അപ്ഗ്രേഡ് ഇൻകം, നഷ്ടഭയം ബോണസ്.
ഈ ഫിയർ ഓഫ് ലോസ് ബോണസ് നോക്കിയാൽ ഇതൊരു നൂതന ആശയമാണ്. ഈ 10 തരം വരുമാനത്തെക്കുറിച്ച് ഞാൻ 100% വിതരണത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? അവർ അത് എങ്ങനെ വിതരണം ചെയ്യുന്നുവെന്ന് നോക്കിയാൽ ഡയറക്റ്റ് ബോണസ് $12, സ്പോൺസർ ബോണസ് $3, സിൽവർ റോയൽറ്റി ബോണസ് $2, ഗോൾഡ് റോയൽറ്റി ബോണസ് $3, പ്ലാറ്റിനം റോയൽറ്റി ബോണസ് $5, ഇൻഫിനിറ്റി ടീം ബോണസ് $5, അപ്ഗ്രേഡഡ് പ്ലേസ്മെന്റ് ബോണസ് $10, ഫിയർ ഓഫ് ലോസ് ബോണസ് $5, ആകെ $45, അതായത് അവർ 100% വിതരണം ചെയ്യുന്നു. $45 ഉപയോഗിച്ച് ഈ ബിസിനസ്സിൽ ഒരിക്കൽ മാത്രം ചേരുന്നതിലൂടെ ഒരു പ്രധാന വിവരം ഇതാ. ആദ്യമായും അവസാനമായും ഈ ടെക്സാക്രോഡ് പ്രോജക്റ്റ് വലിയൊരു തുക ക്രിപ്റ്റോകറൻസി സമ്പാദിക്കാനുള്ള ഒരു അത്ഭുതകരമായ അവസരമാണ്. ഈ ടെക്സാക്രോഡ് പ്രോജക്റ്റ് നോക്കിയാൽ ഡയറക്റ്റ് റെഫറൽ ബോണസിനായി നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ആളുകളെ നേരിട്ട് ചേർക്കാം. ഓരോ ഡയറക്റ്റ് റെഫലിനും നിങ്ങൾക്ക് $12 വരുമാനമായി ലഭിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ 6 പേരെ ചേർത്തിട്ടുണ്ടെങ്കിൽ 6 ആളുകളിൽ ഓരോരുത്തരിൽ നിന്നും ഡയറക്റ്റ് റെഫറൽ കമ്മീഷനായി നിങ്ങൾക്ക് $12 ലഭിക്കും. ശരി, അടുത്ത വരുമാനം സ്പോൺസർ ബോണസ് ആണ്. ഞങ്ങൾ $3 പരാമർശിച്ചു. അതിൽ നിങ്ങളുടെ ഉടനടി അപ്ലൈനിന് $2 ലഭിക്കും. തുടർന്ന് നിങ്ങളുടെ അപ്ലൈൻ സ്പോൺസറുടെ ഉടനടി സ്പോൺസറിന് $1 ലഭിക്കും. അതായത് സ്പോൺസറിംഗ് വരുമാനം 2 ആളുകൾക്ക് ലഭിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ 6 പേരെ ചേർത്താൽ നിങ്ങൾക്ക് 6 മടങ്ങ് $12 ലഭിക്കും. 6 മുതൽ $2 വരെ നിങ്ങളുടെ നേരിട്ടുള്ള സ്പോൺസർക്ക് അത് ലഭിക്കും. അതിനുശേഷം ആ സ്പോൺസറെ ചേർത്ത അപ്ലൈൻ സ്പോൺസറിന് $6 ലഭിക്കും. വളരെ ആശ്ചര്യകരമായ ഒരു കാര്യം, 2 ലെവലുകൾക്കുള്ള സ്പോൺസറിംഗ് വരുമാനം. അടുത്ത വരുമാനം സിൽവർ റോയൽറ്റി. നിങ്ങൾ നേരിട്ട് 3 പേരെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് സിൽവർ റോയൽറ്റി വരുമാനമായി $300 ലഭിക്കും. നിങ്ങൾക്ക് അത് എങ്ങനെ ലഭിക്കും? ഓരോ ഐഡിയിൽ നിന്നും $2 എടുക്കുന്നു. അതായത് ദിവസത്തിലെ ആകെ വിൽപ്പനയുടെ എണ്ണം $2 കൊണ്ട് ഗുണിച്ചാൽ യോഗ്യതയുള്ള സിൽവർ റോയൽറ്റി നേടിയവരുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. കൂടാതെ ദിവസേനയുള്ള സെർവർ സമയം പുലർച്ചെ 12 മണിക്ക് അവർ അത് വെട്ടിക്കുറച്ച് യോഗ്യത നേടിയ ആളുകളുടെ എണ്ണത്തിൽ തുല്യമായി വിതരണം ചെയ്യുന്നു. അവർ എത്ര നൽകുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് ഈ വരുമാനം പരമാവധി $300 വരെ നൽകും. അതിനാൽ നിങ്ങൾ സിൽവർ റോയൽറ്റി നേടിയാൽ 3 നേരിട്ടുള്ള റെഫറലുകൾ നടത്തി നിങ്ങൾക്ക് $300 നേടാൻ കഴിയും. അടുത്തത്, നിങ്ങൾ 5 പേരെ നേരിട്ട് ചേർത്താൽ നിങ്ങളുടെ പേര് ഒരു ഗോൾഡ് റോയൽറ്റി അച്ചീവർ ആയിരിക്കും. ഓരോ ഐഡിയിൽ നിന്നും $3 എടുക്കും. ആകെ $500 എത്തുന്നതുവരെ നിങ്ങൾക്ക് ദിവസേന റോയൽറ്റി ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ 5 നേരിട്ടുള്ള റെഫറലുകൾ ചേർക്കണം. നമ്മൾ അത് പറയുമ്പോൾ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കും. ഞാൻ ഇതിനകം 3 പേരെ ചേർത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും 5 പേരെ ചേർക്കണോ? ഇല്ല, നിങ്ങൾ ഇതിനകം 3 പേരെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ മറ്റൊരു 2 പേരെ കൂടി ചേർത്താൽ നിങ്ങൾക്ക് 5 നേരിട്ടുള്ള റെഫറലുകൾ ലഭിക്കും. നിങ്ങൾക്ക് ഗോൾഡ് റോയൽറ്റി ലഭിക്കും. നിങ്ങൾക്ക് സിൽവർ റോയൽറ്റിയും ഗോൾഡ് റോയൽറ്റിയും ലഭിക്കും. അങ്ങനെയാണ് നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് അവിടെ $300 ഇവിടെ $500 ലഭിക്കും. അടുത്തതായി പ്ലാറ്റിനം റോയൽറ്റി സംബന്ധിച്ച് നിങ്ങൾ 10 പേരെ നേരിട്ട് ചേർത്താൽ അവർ ഓരോ ഐഡിയിൽ നിന്നും $5 എടുക്കുകയും നിങ്ങൾക്ക് ആകെ $1000 ലഭിക്കുന്നതുവരെ ദിവസേന പ്ലാറ്റിനം റോയൽറ്റി നിങ്ങളുമായി പങ്കിടുകയും ചെയ്യും. നിങ്ങൾ 10 പേരെ ചേർക്കുന്നതിനാൽ നിങ്ങൾക്ക് ആകെ 3 റോയൽറ്റി ലഭിക്കും. അതായത് സിൽവർ റോയൽറ്റിയിൽ നിന്ന് $300, ഗോൾഡ് റോയൽറ്റിയിൽ നിന്ന് $500, പ്ലാറ്റിനം റോയൽറ്റിയിൽ നിന്ന് $1000, ആകെ $1800. അടുത്തത് വളരെ ആശ്ചര്യകരമായ ഒരു വരുമാനമാണ്. ആ വരുമാനത്തെ ഇൻഫിനിറ്റി ടീം ബോണസ് എന്ന് വിളിക്കുന്നു. ഈ ഇൻഫിനിറ്റി ടീം ബോണസ് എന്താണ്? നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കാൻ, ഉദാഹരണത്തിന് നിങ്ങൾ 4 പേരെ ചേർത്താൽ ഈ 4 ആളുകളിൽ ആദ്യത്തെ 2 പേരെ ഞങ്ങൾ സ്റ്റാർട്ട് അപ്പ് ടീം എന്ന് വിളിക്കുന്നതിലേക്ക് വിഭജിക്കുന്നു. അതിനുശേഷം മൂന്നാമത്തെ വ്യക്തിയിൽ നിന്ന് എത്ര ആളുകളെ നിങ്ങൾ ചേർത്താലും ഞങ്ങൾ അവരെ ഇൻഫിനിറ്റി ടീം എന്ന് തരംതിരിക്കുന്നു. സ്റ്റാർട്ട് അപ്പ് ടീമും ഇൻഫിനിറ്റി ടീമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ ചേർത്ത ആദ്യത്തെ 2 ആളുകൾ സ്റ്റാർട്ട് അപ്പ് ടീമിന്റെ ഭാഗമാണെങ്കിൽ അവരുടെ വരുമാനം നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന സ്പോൺസറുടെ വരുമാനമാക്കി മാറ്റും. ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന മൂന്നാമത്തെ വ്യക്തി സി അവരുടെ കീഴിലുള്ള ആദ്യത്തെ 2 ആളുകൾ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കും. ഇത് വളരെ ലളിതമായി മനസ്സിലാക്കുക. നിങ്ങൾ 4 പേരെ ചേർത്തു. 2 ആളുകളിൽ നിന്നുള്ള വരുമാനം നിങ്ങളുടെ അപ്ലൈനിലേക്ക് പോകും. മൂന്നാമത്തെ വ്യക്തി മുതൽ നിങ്ങൾ എത്ര ആളുകളെ ചേർത്താലും അവരെല്ലാം നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഘടനയുടെ ഭാഗമായി മാറും. ഇത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങൾ 50 പേരെ നേരിട്ട് ചേർത്താൽ 2 ആളുകളിൽ നിന്നുള്ള വരുമാനം നിങ്ങളുടെ അപ്ലൈനിലേക്ക് പോകും. ശേഷിക്കുന്ന 48 നേരിട്ടുള്ള റെഫറലുകളും അവരുടെ കീഴിലുള്ള ആദ്യത്തെ 2 ആളുകളും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു ടീമായി മാറും. നിങ്ങൾക്ക് അത് അങ്ങനെ മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ഡയഗ്രം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. നിങ്ങൾ ചേർത്ത ആദ്യത്തെ 2 ആളുകളെ പിന്നീട് നോക്കാം. നിങ്ങൾ ചേർത്ത 6 ആളുകളുടെ കീഴിൽ, അതായത് E1 ഉം B1 ഉം ആദ്യ 2 ആളുകൾ ചേരുമ്പോൾ നിങ്ങൾക്ക് ഓരോ വ്യക്തിക്കും $5 ലഭിക്കും. അതുപോലെ ആദ്യ ലെവലിൽ 2 ആളുകളുണ്ട്. രണ്ടാമത്തെ ലെവലിൽ 4 ആളുകളുണ്ട്. മൂന്നാം ലെവലിൽ 8 പേരുണ്ട്. അങ്ങനെ ഒരു ഐഡിക്ക് കീഴിലുള്ള ഓരോ എ അക്കും ബി അക്കും നിങ്ങൾക്ക് $5 എന്നിവ തുടർന്നും ലഭിക്കും. നിങ്ങൾക്ക് സിയിൽ നിന്ന് $5 ലഭിച്ചതുപോലെ
അവരുടെ കീഴിലുള്ള ആദ്യത്തെ 2 ആളുകളിൽ നിന്ന് $5 ലഭിച്ചതുപോലെ ഡിയിൽ നിന്നും നിങ്ങൾക്ക് അത് ലഭിക്കും. 2, 4, 8, 16 അങ്ങനെ പരിധിയില്ലാത്ത ആഴവും പരിധിയില്ലാത്ത വീതിയുമുള്ള അനന്തമായ ലെവലിലേക്ക് ഇത് തുടരും. ഇത് വളരെ അത്ഭുതകരമായ വരുമാനമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി വിതരണം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നോക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ 4 പേരെ ചേർത്തു. ഈ 4 പേരിൽ ആദ്യത്തെ 2 പേർ സ്റ്റാർട്ടപ്പ് ടീമാണ്. അതിനുശേഷം സിയും ഡിയും ഇൻഫിനിറ്റി ടീമാണ്. ഇനി ആദ്യത്തെ 2 പേരെ പിന്നീട് നോക്കാം. നിങ്ങൾ ചേർത്ത മൂന്നാമത്തെ വ്യക്തിയായ സി 3 പേരെ ചേർത്തു. ആ 3 പേരിൽ ആദ്യത്തെ എയിൽ നിന്നും ബിയിൽ നിന്നും നിങ്ങൾക്ക് $5 ലഭിക്കും. ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ സ്ലൈഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കാം. 2ഓ 3ഓ തവണ വീണ്ടും കാണുക. നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാകും. അടുത്തതായി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ചേർത്ത സിയും അവന്റെ കീഴിൽ വന്ന എയും ബിയും അവർ 3 പേരെ വീതം ചേർക്കുന്നു. അവരുടെ താഴെ നടക്കുന്ന ഇടപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. ഡിയിൽ നടക്കുന്ന ഇടപാടുകളിൽ നിന്ന് പോലും നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. അതിനുശേഷം നിങ്ങൾ എല്ലാ ഇടപാടുകളും നോക്കുകയാണെങ്കിൽ അവർ അവരുടെ താഴെ 3 പേരെ വീതം ചേർക്കുന്നു. എന്തിനാണ് 3 പേരെ വീതം കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ കാരണം ഇവിടെ നേരിട്ട് 3 പേരെ ചേർക്കുന്നതിലൂടെ $300 വെള്ളി റോയൽറ്റി ലഭിക്കും. അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതിനാൽ എല്ലാവരും 3 പേരെ ചേർക്കുമെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. എബി ഇടപാടുകൾ നടക്കുന്നിടത്തെല്ലാം ഓരോ എബി ഇടപാടിനും നിങ്ങൾക്ക് $5 വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കും. എബി ഐഡികൾ സൃഷ്ടിക്കപ്പെടുന്നിടത്തെല്ലാം ഓരോരുത്തർക്കും വെവ്വേറെ $5 ലഭിക്കുമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ശരി, ഈ ഇൻഫിനിറ്റി ടീം ബോണസിൽ നിങ്ങൾക്ക് എത്ര സമ്പാദിക്കാമെന്ന് നിങ്ങൾ ചോദിച്ചാൽ അടുത്ത ഘടന ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ 2, 4, 6 ആളുകളെ നേരിട്ട് ചേർത്തിട്ടുണ്ട്. ചിത്രത്തിൽ 2 പേരുണ്ട്. 4, 8, 16, 32, 64, 128, 256, 512, 1024 ആകെ 10 ലെവലുകളിലായി നിങ്ങളുടെ താഴെ 2046 അംഗങ്ങളുണ്ടാകും. ഓരോ ഐഡിയിൽ നിന്നും നിങ്ങൾക്ക് $5 ലഭിച്ചുകൊണ്ടിരിക്കും. 2, 3, 4, 5, 10, 20 ഇതുപോലുള്ള ഒരു വലിയ വരുമാനം നിങ്ങൾക്ക് ലഭിക്കും. ആകെ നോക്കിയാൽ നിങ്ങൾക്ക് $10,210 വരുമാനമായി ലഭിക്കും. ഈ $10,210 ഇന്ത്യൻ കറൻസിയിൽ 10 ലക്ഷത്തിന് തുല്യമാണ്. നമ്മൾ കണ്ട ഉദാഹരണത്തിൽ നിങ്ങൾ മൂന്നാമത്തെ അംഗത്തെ ചേർത്തിട്ടുണ്ട്, അംഗം സിസ്റ്റർ. ടീം അദ്ദേഹത്തിന് കീഴിൽ 10 ലെവലുകൾ വരെ വളരുന്നു. അതിനപ്പുറം ടീം അനന്തമായി വളരും. പക്ഷേ 10 ലെവലുകൾ വരെ നമ്മൾ കണ്ട കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപയുടെ വരുമാനമുണ്ട്. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾ സി, ഡി എന്നിവ ചേർക്കുന്ന ഒരാളിലൂടെ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലഭിക്കും. ഇതിനർത്ഥം നിങ്ങൾ ഈ പ്രോജക്റ്റ് കുറച്ചുകൂടി ശ്രദ്ധാപൂർവം നോക്കേണ്ടതുണ്ട് എന്നാണ്. നിങ്ങൾ ചേർത്ത വ്യക്തിയിൽ നിന്ന്, അതായത് $10,000 നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലഭിച്ചു. അതുപോലെ ഡിയിൽ നിന്ന്, അതുപോലെ ഇയിൽ നിന്ന്, അതുപോലെ എഫിൽ നിന്ന്, അങ്ങനെ പലതും. നിങ്ങൾ നേരിട്ട് എത്ര ആളുകളെ ചേർത്താലും അവരിൽ ഓരോരുത്തരിൽ നിന്നും 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നിങ്ങൾ 4 പേരെ ചേർത്താൽ നിങ്ങൾക്ക് $40,920 വരുമാനമായി ലഭിക്കും. അതായത് ഇന്ത്യൻ കറൻസിയിൽ 40 ലക്ഷം രൂപ. നിങ്ങൾ 10 പേരെ നേരിട്ട് ചേർത്താൽ ഈ ഇൻഫിനിറ്റി ബോണസിൽ നിന്ന് മാത്രം 1 കോടി രൂപ വരെ സമ്പാദിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അടുത്തതായി അപ്ഗ്രേഡ് പ്ലേസ്മെന്റ് ബോണസ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്നുണ്ട്. ഈ അപ്ഗ്രേഡ് പ്ലേസ്മെന്റ് ബോണസിൽ ഒരു നെറ്റ്വർക്ക് ബിസിനസ്സിൽ നമ്മൾ ചേർത്ത ഒരു ഡൗൺലൈൻ അംഗത്തിന് ചെറിയ നഷ്ടം പോലും വരുത്തിയാൽ അടുത്ത ബിസിനസ്സിൽ അവർ ഞങ്ങളോടൊപ്പം ചേരില്ല എന്നത് ഒരു നിർണയാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് താഴെ ഒരാളെ ചേർത്തുകഴിഞ്ഞാൽ അവർ 12 ബിസിനസ്സുകളിലും പ്രവേശന ഫീസ് അടച്ചുകൊണ്ട് 12 ബിസിനസ്സുകളിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ബിസിനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അതാണ്. ഈ അപ്ഗ്രേഡ് പ്ലേസ്മെന്റ് ബോണസ് എങ്ങനെ സ്ഥാപിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇത് ഒരു ഫോഴ്സ്ഡ് ടു മാട്രിക്സ് 12 ലെവലുകൾ 12 സ്ലോട്ട് അപ്ഗ്രേഡ് പ്ലാനാണ്. ഞങ്ങൾ ഇതിനെ ഒരു ഫോഴ്സ്ഡ് ടു മാട്രിക്സ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ 10 പേരെ ചേർത്താലും അത് എങ്ങനെ നിറയും? ഇത് 2, 4, 8, 16, 32 എന്നിങ്ങനെ യാന്ത്രികമായി നിറയും. 12 ലെവലുകളിൽ ഇത് നിറയും. 12 സ്ലോട്ടുകൾ അപ്ഗ്രേഡ് ചെയ്യും. ഇതിനർത്ഥം നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഒരാളെ ചേർത്താൽ അവർ നിങ്ങളുടെ കീഴിലുള്ള 12 ബിസിനസ്സുകളിൽ ചേർന്നതുപോലെയാണ്. നിങ്ങൾ അവരെ ചേർത്ത ബിസിനസ്സിന് ഒരിക്കൽ നിങ്ങൾക്ക് നേരിട്ടുള്ള റഫറൽ കമ്മീഷൻ ലഭിക്കും. അതുപോലെ 12 ബിസിനസ്സുകളിൽ അവർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു നേരിട്ടുള്ള റഫറൽ കമ്മീഷൻ ലഭിക്കും. നിങ്ങൾക്ക് അത് അങ്ങനെ മനസ്സിലാക്കാം. അതിനുശേഷം ഞങ്ങൾ 40% പ്ലേസ്മെന്റ് ബോണസായി നൽകുന്നു. ഈ പ്ലേസ്മെന്റ് ബോണസ് ഒരു വിജയകരമായ ഫോർമുലയാണ്. സാധാരണയായി വിപണിയിൽ ഒരു ടീം നിങ്ങളുടെ കീഴിൽ വരുമ്പോൾ നേരിട്ട് അംഗങ്ങളെ ചേർക്കുന്നതിന് മാത്രമേ അവർ പണം നൽകുന്നുള്ളൂ. ഒരു ടീം രൂപീകരിക്കുമ്പോൾ അവർ ചെറിയ തുകകൾ മാത്രം നൽകുന്ന തരത്തിലാണ് മാർക്കറ്റിലെ പദ്ധതികൾ. എന്നാൽ ഇവിടെ പ്ലേസ്മെന്റ് ബോണസ് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. അതിനുപുറമെ അവർ 12% ലെവൽ വരുമാനമായി നൽകുന്നു. ഓരോ ലെവലിനും 1% കണക്കാക്കുന്നു.
പിന്നെ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. അവർ 9% റീഫണ്ട് അലോക്കേഷനായി നീക്കിവെക്കുന്നു. അവാർഡുകളും റിവാർഡുകളും ഉൾപ്പെടെ ഇത് 100% വിതരണ പദ്ധതിയായി മാറുന്നു. ഈ അപ്ഗ്രേഡ് പ്ലേസ്മെന്റ് ബോണസിലെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങളുടെ സമ്പാദിച്ച വരുമാനത്തിൽ നിന്ന് 25% കുറക്കുകയും നിങ്ങൾക്കായി തത്സമയ ഓട്ടോ അപ്ഗ്രേഡ് നടപ്പിലാക്കുകയും ചെയ്യും എന്നതാണ്. നിങ്ങളുടെ അടുത്ത പാക്കേജുകൾ സ്വയമേവ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഞങ്ങൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചാൽ, സാധാരണയായി ഞങ്ങൾക്ക് പണം ലഭിക്കുമ്പോൾ ഞങ്ങൾ അത് ഉടനടി ചെലവഴിക്കാൻ ആലോചിക്കുന്നത്. ചെലവഴിക്കാൻ നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും പണം എത്തുന്നതിനു മുമ്പുതന്നെ ചെലവുകൾ വന്നു നിൽക്കുന്നു. അതിനാൽ നമ്മൾ അത് സമ്മർദ്ദത്തിലാണ് ചെലവഴിക്കുന്നത്. പണം വീണ്ടും വീണ്ടും നിക്ഷേപിക്കാൻ ഞങ്ങൾ മടിക്കുന്നു. അതിനാൽ നിങ്ങളുടെ വാലറ്റ് ഓട്ടോ അപ്ഗ്രേഡിനായി ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ അപ്ഗ്രേഡ് വരുമാനത്തിന്റെ 25% സ്വയമേവ കുറയ്ക്കപ്പെടുന്നു. ഇത് 12 സ്ലോട്ടുകളും സ്വയമേവ അപ്ഗ്രേഡ് ചെയ്യാൻ അനുവദിക്കുന്നു. ഈ 12 സ്ലോട്ടുകൾ ഉൾപ്പെടെ മൊത്തം നിക്ഷേപം ഏകദേശം $40,000 വെറും $45 നിന്ന് ആരംഭിച്ച് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് 40 ലക്ഷം രൂപ വരെ സമ്പാദിക്കാനും വീണ്ടും നിക്ഷേപിക്കാനും കഴിയുന്ന ഒരു വരുമാന അവസരം ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ അപ്ഗ്രേഡ് പ്ലേസ്മെന്റ് ബോണസ് എങ്ങനെയാണ് വിതരണം ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഉദാഹരണത്തിന് താഴെയുള്ള ഈ സ്ലൈഡ് നോക്കൂ. അതിനടുത്തായി $10 എത്തിയിരിക്കുന്നു. $10 നിങ്ങളുടെ ആദ്യ അപ്ഗ്രേഡാണ്. ഈ പ്ലാനിൽ $45 ശേഷം നിങ്ങൾ അടക്കുന്ന $45 നിന്ന് അപ്ഗ്രേഡായി ഞങ്ങൾ ഈ $10 നൽകുന്നു. അതിന്റെ 40% $4 നിങ്ങളുടെ ആദ്യ അപ്ലൈൻ ലീഡറിന് കമ്മീഷനായി പോകുന്നു. അടുത്തതായി $20 രണ്ടാമത്തെ പാക്കേജിൽ നിന്ന് $8 രണ്ടാമത്തെ അപ്ലൈനിലേക്ക് പോകുന്നു. $40 പാക്കേജിൽ നിന്ന് $16 മൂന്നാമത്തെ അപ്ലൈനിലേക്ക് പോകുന്നു. $80 പാക്കേജിൽ നിന്ന് $32 നാലാമത്തെ അപ്ലൈനിലേക്ക് പോകുന്നു. $160 പാക്കേജിൽ നിന്ന് $64 അഞ്ചാമത്തെ അപ്ലൈനിലേക്ക് പോകുന്നു. ഇതിനുപുറമെ ആകെ 6 അപ്ഗ്രേഡ് പ്ലാനുകൾ കൂടിയുണ്ട്. ആകെ 12 സ്ലോട്ടുകൾ ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ന്യായമായ ചോദ്യം ചോദിക്കാം, സർ, ഞാൻ നൽകുന്ന എല്ലാ പണവും മുകളിലേക്ക് പോകുന്നു. എനിക്ക് എപ്പോൾ പണം ലഭിക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരം താഴെ ഇടതുവശത്ത് കാണുന്ന ചിത്രത്തിൽ നിങ്ങൾ താഴെയാണ്. വലതുവശത്ത് കാണുന്ന ചിത്രത്തിൽ നിങ്ങൾ മുകളിലാണ്. ഇപ്പോൾ നിങ്ങൾ നൽകുന്ന പണം നിങ്ങൾക്ക് മുകളിലുള്ള 12 ആളുകൾക്ക് പോയി 40% പ്ലേസ്മെന്റ് ബോണസായി വിതരണം ചെയ്യുന്നു. നിങ്ങൾക്ക് താഴെയുള്ള 12 ലെവലുകൾക്ക് നിങ്ങൾക്ക് തന്നെ പ്ലേസ്മെന്റ് ബോണസ് ലഭിക്കും. അത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നോക്കാം. ഇപ്പോൾ ചിത്രത്തിൽ നിങ്ങൾക്ക് 2 ആളുകളുണ്ട്. 2, 4, 8, 16, 32, 64 അങ്ങനെ പലതും. ഈ ആദ്യ 2 അംഗങ്ങൾ $10 നൽകുമ്പോൾ നിങ്ങൾക്ക് 40% ലഭിക്കും. 4 + 4 നിങ്ങൾക്ക് $8 ലഭിക്കും. രണ്ടാമത്തെ ലെവലിൽ 4 പേരുണ്ട്. അവർ $20 നൽകുമ്പോൾ നിങ്ങൾക്ക് $32 ലഭിക്കും. മൂന്നാം ലെവലിൽ 8 പേരുണ്ട്. അവർ $40 നൽകുമ്പോൾ നിങ്ങൾക്ക് $128 ലഭിക്കും. അതുപോലെ നാലാമത്തെ ലെവൽ, അഞ്ചാമത്തെ ലെവൽ, ആറാമത്തെ ലെവലിൽ നിങ്ങൾക്ക് $2048 വലിയ വരുമാനം ലഭിക്കും. അതിനുശേഷം $8100. ഇതുപോലെ 6 ലെവലുകളിൽ നിങ്ങൾക്ക് 2, 4, 8, 16, 32, 64 എന്നിങ്ങനെയുള്ള തുകകൾ ലഭിക്കും. അതിനുശേഷം ലെവൽ 7 മുതൽ ലെവൽ 12 വരെ ഒരു വലിയ തുക നിങ്ങൾക്ക് വരുമാനമായി ലഭിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനായി ഈ വലിയ തുക എങ്ങനെ മനോഹരമായി സൃഷ്ടിക്കപ്പെടുന്നുവെന്ന് ഒരു പട്ടികയിലൂടെ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 8, 12 വരെയുള്ള സ്ലോട്ടുകൾ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സ്ലോട്ടുകളിൽ 10, 20, 40, 160 എന്നിങ്ങനെയുള്ള തുകകൾ ഞങ്ങളുടെ പക്കലുണ്ട്. നിങ്ങൾക്ക് എത്ര കളക്ഷൻ ലഭിച്ചുവെന്ന് ഇത് കാണിക്കുന്നു. നിങ്ങളുടെ 40% എത്രയാണെന്ന് ഇത് കാണിക്കുന്നു. ആകെ നോക്കിയാൽ ഈ $8, $32, $2048, മറ്റുള്ളവയെല്ലാം ചേർത്താൽ അത് എത്രയാണെന്ന് കാണുക. നിങ്ങൾക്ക് ലഭിച്ച വരുമാനം $4,47,30,040 ഈ 12 സ്ലോട്ട് അപ്ഗ്രേഡിൽ നിങ്ങൾ നിക്ഷേപിച്ച ആകെ പണം $40,950. നിങ്ങൾ ഇത് ഈ ബിസിനസ്സിൽ പുനർനിക്ഷേപമായി നിക്ഷേപിക്കുമായിരുന്നു. അതിൽ നിന്നുള്ള ആകെ വരുമാനം $400 കോടി. 12 ലെവലുകൾക്കും 12 സ്ലോട്ടുകൾക്കുമാണ് $400 കോടി. 100% അപ്ഗ്രേഡ് സംഭവിച്ചാൽ നിങ്ങൾക്ക് $400 കോടി വരുമാനം ലഭിക്കും. 50% സംഭവിച്ചാൽ നിങ്ങൾക്ക് $200 കോടി വരുമാനം ലഭിക്കും. 10% സംഭവിച്ചാൽ നിങ്ങൾക്ക് $40 കോടി വരുമാനം ലഭിക്കും. 1% സംഭവിച്ചാൽ പോലും നിങ്ങൾക്ക് $4 കോടി വരുമാനം ലഭിക്കും. ഇതാണ് അതിന്റെ പ്രൊജക്ഷൻ. ഇവിടെ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യം, 1% സംഭവിച്ചാൽ പോലും നമുക്ക് $4 കോടി എളുപ്പത്തിൽ സമ്പാദിക്കാൻ കഴിയുമെന്ന മനോഭാവത്തോടെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, ഈ ബിസിനസ്സിൽ 10%, 20%, 50% പോലും 100% കൂടുതൽ സമ്പാദിക്കാനുള്ള അവസരം ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 8ാമത്തെ വരുമാനം ഡയമണ്ട് റോയൽറ്റിയാണ്. നമ്മൾ ഇതിനകം സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം റോയൽറ്റികൾ കണ്ടുകഴിഞ്ഞു. ഇനി നമ്മൾ ഡയമണ്ട് റോയൽറ്റി നോക്കുകയാണ്.
ഈ ഡയമണ്ട് റോയൽറ്റി എന്താണ്? നമ്മൾ ഇതിനകം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ 5 സ്ലോട്ടുകൾ അപ്ഗ്രേഡ് ചെയ്യണം. ഈ ബിസിനസ്സിൽ ആകെ 12 സ്ലോട്ടുകളുണ്ട്. നിങ്ങൾ 5 സ്ലോട്ടുകൾ അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങൾ ഒരു ഡയമണ്ട് റോയൽറ്റി അച്ചീവറായി മാറുന്നു. അവർ $5 മാറ്റിവെച്ച് അതിൽ നിന്ന് ദിവസവും തുല്യവിഹിതം വിതരണം ചെയ്യുന്നു. അവർ എത്ര തുക നൽകും? ദിവസേന $3200 വരെ നിങ്ങൾക്ക് ഒരു ഷെയർ തുകയായി വന്നുകൊണ്ടിരിക്കും. ഈ 3200 മുമ്പത്തെ 300ഉം 500ഉം 1000ഉം കൂടി ചേർത്താൽ നിങ്ങൾക്ക് $5000 വരെ വരുമാനം ലഭിക്കും. $5000 5 ലക്ഷം രൂപയാണ്. 10 പേരെ ചേർത്ത് 5 പാക്കേജുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായും 5 ലക്ഷം രൂപ വരുമാനം ലഭിക്കുമെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഈ ഡയമണ്ട് റോയൽറ്റി എങ്ങനെയാണ് വിതരണം ചെയ്യുന്നതെന്ന് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ 4 പേരെ ചേർത്തു. ഒരു എ, ബി സ്റ്റാർട്ടപ്പ് ടീം ഉണ്ടെന്ന് നമ്മൾ ഇതിനകം കണ്ടു. നിങ്ങൾ ചേർക്കുന്ന സി അതിന്റെ $5 ഡയമണ്ട് റോയൽറ്റി പൂളിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ എത്ര ആളുകളെ ചേർത്താലും, ഉദാഹരണത്തിന് ആദ്യത്തെ 2 പേരെ ഒഴികെ നിങ്ങൾ 50 പേരെ ചേർത്താൽ എല്ലാ 48 ഐഡികളിൽ നിന്നുമുള്ള $5 സി, ഡി, ഇ, എഫ് മുതലായവ ഡയമണ്ട് റോയൽറ്റിയിലേക്ക് പോകും. അവിടെ നിന്ന് സി അതിന് താഴെയായി സംഭവിക്കുന്നതും, സി എക്ക് താഴെയായി സംഭവിക്കുന്നതും, സി ബിക്ക് താഴെയായി സംഭവിക്കുന്നതും, മറ്റെവിടെയെങ്കിലും ക്ക് സംഭവിക്കുന്നതും, സി, ഡി, ഇയുടെ സി എവിടെ കണ്ടാലും ആ $5 ഡയമണ്ട് റോയൽറ്റി പൂളിലേക്ക് ചേർത്ത് ഡയമണ്ട് റോയൽറ്റിയായി നമുക്ക് വിതരണം ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് വലിയൊരു തുകയാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ ഇവിടെ വിശദമായി നൽകിയിട്ടുണ്ട്. എ, ബി, സി, ഡി എന്നിവയിൽ ആദ്യത്തെ 2 പേർ സ്റ്റാർട്ടപ്പ് ടീമാണ്. അതിനുശേഷം അനന്തതയിലുള്ള 2 പേർ. അവിടെ നിന്ന് നിങ്ങളുടെ എ ബിയിൽ നിന്നുള്ള $5 സ്പോൺസറിലേക്ക് പോകുന്നു. സി ഡിയിൽ നിന്നുള്ള $5ഉം ഡയമണ്ട് റോയൽറ്റി പൂളിലേക്ക് പോകുന്നു. അത് ആർക്കാണ് നൽകുന്നത്? 5 സ്ലോട്ടുകൾ അപ്ഗ്രേഡ് ചെയ്യുന്ന ഡയമണ്ട് റോയൽറ്റി നേട്ടക്കാരന് ഇത് വരുമാനമായി പോകുന്നു. ഈ 5 ഡയമണ്ട് റോയൽറ്റി സ്ലോട്ടുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് എത്ര ചിലവാകുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് 10, 20, 40, 80, 160 എന്നിങ്ങനെയാണ്. മൊത്തത്തിൽ നിങ്ങൾ ഡയമണ്ട് റോയൽറ്റിക്ക് $310 നൽകുമായിരുന്നു. അടുത്തതായി ഞങ്ങൾ ലൈഫ് ടൈം റോയൽറ്റി എന്ന ഒരു സൂപ്പർ വരുമാനം വാഗ്ദാനം ചെയ്യുന്നു. ലൈഫ് ടൈം റോയൽറ്റി എന്താണ്? നിങ്ങൾ നേരിട്ട് ഒരു അംഗത്തെ ചേർത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എത്ര സമ്പാദിക്കാമെങ്കിലും കമ്പനി അതിൽ നിന്ന് 10% കുറക്കുകയും നിങ്ങളുടെ മുഴുവൻ ജീവിതകാലം മുഴുവൻ സ്പോൺസറിന് നൽകുകയും ചെയ്യും. നിങ്ങൾ നേരിട്ട് ചേർന്ന എല്ലാ അംഗങ്ങളും സമ്പാദിക്കുന്ന മൊത്തം വരുമാനത്തിന്റെ 10% നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ 50 പേരെ നേരിട്ട് ചേർത്താൽ എന്ത് സംഭവിക്കുമെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ 100 പേരെ നേരിട്ട് ചേർത്താൽ എന്ത് സംഭവിക്കും? മികച്ച ധാരണക്ക് നിങ്ങൾ നേരിട്ട് ചേർത്ത 10 പേർ 10 കോടി രൂപ സമ്പാദിക്കുകയാണെങ്കിൽ അതിന്റെ 10% 1 കോടി രൂപ നിങ്ങൾ അവരെ നേരിട്ട് ചേർത്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ലഭിക്കും. അതിനെ ലൈഫ് ടൈം റോയൽറ്റി എന്ന് വിളിക്കുന്നു. ശരി, അടുത്തത് നഷ്ടഭയം എന്ന ബോണസ് എന്ന ഒരു പ്രധാന വരുമാനമാണ്. ഈ ബിസിനസ് പ്ലാൻ ആരംഭിച്ചപ്പോൾ ഈ ടെക്സ ക്രൗഡ് പ്ലാൻ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളതോ കണ്ടിട്ടുള്ളതോ ആയ ഒരു ബിസിനസ് പ്ലാൻ ആയിരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. നഷ്ടഭയം എന്ന ബോണസ് എന്താണ്? നിങ്ങൾ ഈ ബിസിനസ്സിൽ ചേരുകയും 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ നിക്ഷേപിച്ച $45 തിരികെ നേടാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ $45 ഒരു റീഫണ്ട് പോളിസി വഴി നിങ്ങൾക്ക് തിരികെ നൽകും. അവർ അത് എങ്ങനെ ചെയ്യും? അവർ പ്രതിദിനം $1 കണക്കാക്കി നിങ്ങൾക്ക് $45 തരും. ഉദാഹരണത്തിന് ഈ ബിസിനസ്സിൽ ചേർന്നതിന് 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ $25 സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ശേഷിക്കുന്ന $20 20 ദിവസത്തിനുള്ളിൽ ഒരു ദിവസം $1 എന്ന നിരക്കിൽ നിങ്ങൾക്ക് നൽകും. അങ്ങനെ നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമായി നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കും. അതാണ് നഷ്ടഭയം എന്ന ബോണസ്. സാധാരണയായി ഇത് ഒരു പ്രധാന കാര്യമായി ഞങ്ങൾ കണക്കാക്കുന്നതിന്റെ കാരണം ഒരു ബിസിനസ്സിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നടത്തുന്ന ഒരു നേതാവിൽ തന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടുന്നു എന്നതാണ്. എന്താണ് അർത്ഥമാക്കുന്നത്? അതിനർത്ഥം എനിക്ക് ഈ ബിസിനസ് ഇഷ്ടമാണ്, ഞാൻ അത് ചെയ്യുന്നു, ഞാൻ പണം സമ്പാദിക്കുന്നു, നിങ്ങൾക്കും ഈ ബിസിനസ്സിൽ ചേരാം, ഞാൻ പണം സമ്പാദിക്കുന്നതുപോലെ നിങ്ങൾക്കും അതിൽ ചേരാം. ഞങ്ങൾ പറയുന്നതിന്റെ പിന്നിലെ ഉദ്ദേശ്യം അതാണ്. ഒരാൾക്ക് നഷ്ടം വരുത്തുക എന്ന ഉദ്ദേശ്യത്തോടെ ഞങ്ങൾ ഒരിക്കലും ഒരു ബിസിനസ്സും നിർദ്ദേശിക്കുന്നില്ല. എന്നാൽ സാഹചര്യങ്ങൾ കാരണം ശരിയായ ധാരണയുടെ അഭാവം മൂലം ശ്രമിക്കുന്നവർ ഈ തട്ടിപ്പ് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, എനിക്ക് നഷ്ടമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ കുറ്റപ്പെടുത്തുന്നു. ആ കുറ്റം സ്പോൺസറുടെ മേലാണ്. ഈ ബിസിനസ്സിന് ആ പ്രശ്നമില്ല. നിങ്ങൾക്ക് എത്ര ആളുകളെ വേണമെങ്കിലും ചേർക്കാം. 100 പേരെ പോലും ചേർക്കുക. ആരും നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി ഈ വ്യക്തി എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് എന്നെ വഞ്ചിച്ചു, എനിക്ക് നഷ്ടമുണ്ടാക്കി എന്ന് പറയില്ല. കാരണം ഈ ബിസിനസ്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരും തോൽക്കുന്നില്ല, എല്ലാവരും പണം സമ്പാദിക്കുന്നു എന്ന തത്വം ഈ പ്രോജക്റ്റിന്റെ ഒരു നിർണായക വശമായി ഞങ്ങൾ കാണുന്നു. ഇനി നമുക്ക് ഈ ബിസിനസ്സിന്റെ ഹൈലൈറ്റ് പോയിന്റുകൾ നോക്കാം. ഇത് 100% വിശ്വസനീയമായ ഒരു സാങ്കേതികവിദ്യയാണ്, ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ. പിന്നെ ഇത് ഒരു വികേന്ദ്രീകൃത സ്മാർട്ട് കോൺട്രാക്ട് സാങ്കേതികവിദ്യയാണ്. ഇതിനെ 100% വിശ്വസനീയമായ പ്രോജക്റ്റ് എന്ന് പോലും നമുക്ക് വിളിക്കാം. കൂടാതെ 100% സുതാര്യതയോടെ രഹസ്യാത്മകതയോ വഞ്ചനയോ ഉൾപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
കാരണം ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആരുടെയും ഐഡി പരിശോധിക്കാൻ കഴിയും. ഈ ബിസിനസ്സിന്റെ ഒരു പ്രധാന സവിശേഷതയായ ബ്ലോക്ക് ചെയിൻ എക്സ്പ്ലോററിൽ എത്തസ്കാൻ, ട്രോൺസ്കാൻ പോലുള്ളവ നിങ്ങളുടെ എല്ലാ ഇടപാടുകളും നിങ്ങൾക്ക് നേരിട്ട് പരിശോധിക്കാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ പേയ്മെന്റുകളും നിങ്ങളുടെ ക്രിപ്റ്റോ വാലറ്റിലേക്ക് തൽക്ഷണം ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഞങ്ങൾ ഒരു പിൻവലിക്കൽ ആരംഭിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 100% വികേന്ദ്രീകൃത പ്രോഗ്രാമാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരു ലാഭ ഗ്യാരണ്ടി പോലും വാഗ്ദാനം ചെയ്യുന്നു. 100% ലാഭ ഗ്യാരണ്ടി എന്ന് പറയാൻ കാരണം നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് 5-10 ആളുകളെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഗണ്യമായ ലാഭം ലഭിക്കുമെന്നതാണ്. നിങ്ങൾ ആരെയും ചേർത്തില്ലെങ്കിലും നിങ്ങളുടെ പണം നഷ്ടപ്പെടില്ല. റീഫണ്ട് നയം വഴി 100% തിരികെ നൽകും. പ്രധാനമായി നിങ്ങളുടെ പണം നിങ്ങൾക്ക് തിരികെ ലഭിച്ചതിനുശേഷം അവർ നിങ്ങളുടെ ഐഡി ബ്ലോക്ക് ചെയ്യുമോ? ഇല്ല. അതിനുശേഷം പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് തുടരാം. അതിനുശേഷം നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഈ ബിസിനസ്സിൽ ഓരോ രൂപയും നിങ്ങൾക്ക് 100% ലാഭമാകുമെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. 100% പൂർണ്ണ റീഫണ്ട് ഗ്യാരണ്ടി. ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു അംഗം ചേരുകയും 90 ദിവസത്തിനുള്ളിൽ അവർ നിക്ഷേപിച്ച $45 നേടാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ 90 ദിവസത്തിന് ശേഷം സിസ്റ്റം തന്നെ നിങ്ങൾക്ക് $1 റീഫണ്ട് നൽകും എന്നാണ്. അതിനാൽ ഇത് ഏറ്റവും സുരക്ഷിതമായ പ്രോഗ്രാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇവിടെ ഒരു പ്രധാന കാര്യം നോക്കൂ. തടഞ്ഞു എന്ന് വിളിക്കപ്പെടുന്ന ഒന്നുണ്ട്. അതായത് ഐഡി തടഞ്ഞു. പല കമ്പനികളും വികേന്ദ്രീകൃതമാണെന്ന് വ്യാപകമായി അവകാശപ്പെടുന്നു. അതിനുശേഷം 2 പോയിന്റ് സിസ്റ്റം പുനഃസൃഷ്ടിക്കുക, ഒരു വികേന്ദ്രീകൃത പ്രോഗ്രാം ഒരു കേന്ദ്രീകൃതമാക്കി മാറ്റുക, തുടർന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ, നമുക്ക് ഇഷ്ടപ്പെടാത്തവരെ, അല്ലെങ്കിൽ മറ്റ് കമ്പനികൾക്കായി ജോലി ചെയ്യുന്നവരെ ചൂണ്ടിക്കാണിക്കുക, അവരുടെ ഐഡികൾ തടയുക. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് സാധാരണവും എല്ലാവർക്കും വ്യാപകമായി അറിയപ്പെടുന്നതുമാണ്. അത്തരം മറ്റ് ബിസിനസ് മൊഡ്യൂളിൽ സമഗ്രതയില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങളുടെ ബിസിനസ്സിൽ അങ്ങനെയല്ല. ഞങ്ങൾ ഇത് പറയാൻ കാരണം എന്തുതന്നെയായാലും നിങ്ങളുടെ ഐഡി തടയപ്പെടില്ലെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകുന്നു. ഇവിടെ നോക്കൂ, ഞങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. ടാക്സ ക്രൗഡിൽ നിന്ന് നിങ്ങളുടെ വരുമാനം ഒരിക്കലും നിലയ്ക്കില്ല. എങ്ങനെയെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഇതാണ് വരുമാനം. നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും അവകാശപ്പെട്ടതാണ്. ആരെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്തിനാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ആ പണം അവരുടെ ആശ്രിതർക്ക് തലമുറയായി അവർ പോയതിനുശേഷവും എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ദിവസവേതന ജോലി, പ്രതിമാസ ശമ്പള ജോലി, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ദിവസവേതന തൊഴിലാളിക്ക് ആ ദിവസം ജോലിക്ക് പോയാൽ മാത്രമേ ശമ്പളം ലഭിക്കൂ. പ്രതിമാസ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആ കമ്പനിയിൽ ഉള്ളിടത്തോളം മാത്രമേ ശമ്പളം ലഭിക്കൂ. എന്നാൽ ഒരു നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നിങ്ങൾ ഇന്ന് ജോലി ചെയ്താൽ നിങ്ങളുടെ ആശ്രിതർക്ക് നാളെയും അവിടെയും പണം ലഭിക്കും. ഒരാളുടെ ഐഡി ബ്ലോക്ക് ചെയ്യുന്നതും അവരുടെ വരുമാനം നിർത്തുന്നതും ധാർമ്മികതയും സത്യസന്ധതയും ഇല്ലാത്തതാണെന്ന് ഞങ്ങൾ കരുതുന്നു. അതിനാൽ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ ഐഡി ബ്ലോക്ക് ചെയ്യപ്പെടില്ലെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബിസിനസ് ഉടനടി തിരഞ്ഞെടുത്ത് ഉടൻ ആരംഭിക്കാൻ കഴിയുന്നത്. ഇത് ഏറ്റവും മികച്ച ബിസിനസ്സാണെന്ന് കരുതി. സാധാരണയായി ഏതൊരു ബിസിനസ്സിലും 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കുറഞ്ഞ റിസ്ക്, മറ്റൊന്ന് ഉയർന്ന റിസ്ക് ഉണ്ടാകുമെന്നതാണ്. എന്നാൽ ഈ ബിസിനസ് നോക്കൂ, ഇവ രണ്ടും നിലവിലില്ല. ഈ ബിസിനസ് 100% റിസ്ക് ഫ്രീ ബിസിനസ്സാണ്. കാരണം നിങ്ങൾ ചേർന്നിട്ടും 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ നിക്ഷേപം തിരികെ നേടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് തിരികെ നൽകും. ടാക്സ ക്രൗഡ് ഈ ഗ്യാരണ്ടിയോടെ വരുന്ന ഒരു ബിസിനസ്സാണ്. ഇതുവരെ നമ്മൾ കണ്ടത് X2 ആണ്. അത് സജീവ വരുമാനമാണ്. ഇനി നമ്മൾ X3 നിഷ്ക്രിയ വരുമാനത്തെക്കുറിച്ച് നോക്കാൻ പോകുന്നു. പാസീവ് ഇൻകം എന്താണ്? എനിക്ക് ഒരു ടീമില്ല, എനിക്ക് കുറച്ച് പണമുണ്ട്, ഞാൻ നിക്ഷേപിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും എന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഈ നാണയം വിൽക്കുക എന്നതാണ്. ഒരു ഹരിത ഊർജ്ജ പദ്ധതിക്കായി ഉപയോഗിക്കുന്നതിനാണ് ഞങ്ങൾ ഈ നാണയം സൃഷ്ടിച്ചത്. അതിനായി ഒരു സംവിധാനം സൃഷ്ടിച്ചു, ഒരു സ്റ്റാക്കിംഗ് പ്രോഗ്രാം നടപ്പിലാക്കി, തുടർന്ന് ഒരു കമ്മ്യൂണിറ്റി വികസന പരിപാടി. ഇതെല്ലാം നാണയം പ്രവർത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ്. ഈ സ്റ്റാക്കിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കുറഞ്ഞത് $100 നിക്ഷേപിക്കാം. നിങ്ങൾക്ക് പരമാവധി $10,000 വരെ നിക്ഷേപിക്കാം. ഒരു ഐഡിയിൽ $10,000 കൂടുതൽ നിക്ഷേപിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഐഡി സൃഷ്ടിച്ച് അതിനിടയിൽ നിക്ഷേപിക്കാം. സ്റ്റേക്കിംഗ് വരുമാനത്തെക്കുറിച്ച് അവർ നിങ്ങൾക്ക് പ്രതിമാസം 7.5% നിക്ഷേപ വരുമാനം നൽകുന്നു. അവർ എല്ലാ മാസവും 7.5% നൽകുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നാണ്. അവർ നിങ്ങൾക്ക് 0.25% ദിവസേനയുള്ള ROI നൽകുന്നു. പേയ്ഔട്ട് സൈക്കിൾ മാസത്തിൽ 3 തവണയാണ്. അതായത് അവർ ഓരോ 10 ദിവസത്തിലും 2.5% നൽകുന്നു. ഓരോ 10 ദിവസത്തിലും 2.5% എന്നതിനർത്ഥം നിങ്ങൾക്ക് പ്രതിമാസം 7.5% ലഭിക്കും എന്നാണ്. ഓട്ടോ പേയ്ഔട്ട് തീയതികൾ മാസത്തിലെ 1, 11, 21 തീയതികളിലാണ്. നിങ്ങൾക്ക് 3 തവണ തുക ലഭിക്കും. അതായത് നിങ്ങൾ ചേർന്ന തീയതി മുതൽ ഓരോ 10 ദിവസത്തിലും നിങ്ങൾക്ക് 2.5% ROI ലഭിക്കും. ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഉടനടി 5% നേരിട്ടുള്ള റെഫറൽ കമ്മീഷൻ ലഭിക്കും.
അതിനുശേഷം നിങ്ങളുടെ ടീം ഓരോ തവണയും വീണ്ടും അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് 5% തുടർന്നും ലഭിക്കും. ഇതിനു പുറമെ മറ്റൊരു പ്രധാന വരുമാനം സ്റ്റാക്കിംഗ് വരുമാനമാണ്. ഇത് ROI വരുമാനത്തിൽ നിന്നുള്ള ഒരു ROI ആണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു അംഗത്തെ ചേർത്തിട്ടുണ്ട്. അയാൾ 1,00,000 രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈ 1,00,000 രൂപ നിക്ഷേപത്തിന് അയാൾക്ക് പ്രതിമാസം 7.5%, അതായത് 7,500 രൂപ വരുമാനമായി ലഭിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന 7,500 രൂപ വരുമാനത്തിൽ നിന്ന് 57.5% ലെവൽ വരുമാനമായി നൽകുന്നു. 30 ലെവലുകളിലായി ഈ വരുമാനം ഞങ്ങൾക്ക് നൽകുന്നു. ഈ 30 ലെവലുകളിൽ ആദ്യ ലെവലിന് 25%, രണ്ടാമത്തെ ലെവലിന് 10%, മൂന്നാമത്തെ ലെവലിന് 5%, നാലാമത്തേതിന് 3%, അഞ്ചാം ലെവൽ 2%, 6 മുതൽ 10 ലെവൽ വരെ 1% വീതം, 11 ലെവൽ മുതൽ 20 ലെവൽ വരെ 0.5% വീതം, 21 മുതൽ 30 വരെ 0.25% വീതം. അവർ നിങ്ങൾക്ക് നൽകുന്ന ROIയിലെ ROI ഇതാണ്. ഇതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നേരിട്ട് 10 അംഗങ്ങളെ ചേർക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ 5 നേരിട്ടുള്ള അംഗങ്ങളെ ചേർത്താൽ നിങ്ങൾക്ക് 5 ലെവലുകൾ വരെ വരുമാനം ലഭിക്കും. നിങ്ങൾ 10 നേരിട്ടുള്ള അംഗങ്ങളെ ചേർത്താൽ നിങ്ങൾക്ക് 30 ലെവലുകൾ വരെ വരുമാനം ലഭിക്കും. നിങ്ങൾ ഇത് വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾ ചേരുന്ന തീയതി മുതൽ ഒരു അംഗത്തെ ചേർക്കുന്ന സമയം മുതൽ ROIയിലെ ഈ ROI അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വരുമാനം 200 ദിവസത്തേക്ക് നൽകും. കൂടാതെ നമ്മുടെ മൊത്തം നിക്ഷേപം 2.5 ഇരട്ടിയാകുമ്പോൾ അതേ തുകയോ അതിൽ കൂടുതലോ വീണ്ടും എടുക്കേണ്ടതുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഈ പ്രോജക്റ്റിന്റെ അവസാനത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. നിബന്ധനകളും വ്യവസ്ഥകളും സംബന്ധിച്ച് നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും ടെക്സാകോയിനിൽ മാത്രമേ ലഭ്യമാകൂ. ടെക്സാകോയിൻ ഇതിനകം തന്നെ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. അവിടെ നിങ്ങൾക്ക് അത് വിൽക്കാൻ കഴിയും. ഡെക്സ് വാലറ്റിൽ നിങ്ങൾക്ക് അത് തത്സമയം സ്വാപ്പ് ചെയ്യാം. റോയൽറ്റികളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വരുമാനത്തിനും കുറഞ്ഞത് $5 ക്ലെയിം ഉണ്ട്. തൽക്ഷണ നിക്ഷേപങ്ങളും തൽക്ഷണ പിൻവലിക്കലുകളും ഉണ്ട്. യാതൊരു കിഴിവുകളും ഇല്ല. ഇതൊരു 100% വികേന്ദ്രീകൃത സംവിധാനമാണ്. നിങ്ങൾ ഈ പ്രോജക്റ്റിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ട്രസ്റ്റ് വാലറ്റ്, സേഫ്പാൽ വാലറ്റ്, മെറ്റാമാസ്ക് വാലറ്റ്, ടോക്കൺ പോക്കറ്റ് വാലറ്റ് തുടങ്ങിയ വെബ് 3 വാലറ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉടൻ തന്നെ ഈ ബിസിനസ് ആരംഭിക്കാം. ഈ ഘട്ടത്തിൽ ഒരു നിരാകരണം നൽകേണ്ട കടമ നമുക്കുണ്ട്. പൊതുവെ ക്രിപ്റ്റോകറൻസിയിൽ ധാരാളം അപകടസാധ്യതകൾ ഉൾപ്പെട്ടിരിക്കുന്നു. ചെറിയ നിക്ഷേപത്തിലൂടെ നിങ്ങൾക്ക് വലിയ വരുമാനം നേടാൻ കഴിയുന്ന ഒരു ബിസിനസ് അവസരമാണിതെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപകടസാധ്യതകൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാവൂ. ഇത്രയും നേരം ക്ഷമയോടെ കേട്ടതിന് വളരെ നന്ദി. മുമ്പ് പറഞ്ഞ അതേ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഉപസംഹരിക്കുന്നു. ആരും തോൽക്കുന്നില്ല, എല്ലാവരും പണം സമ്പാദിക്കുന്നു. ആ ഉറപ്പോടെ ഞാൻ ഈ ബിസിനസ് പ്ലാൻ ഒപ്പിടുന്നു. ഈ ബിസിനസ് പ്ലാനിനെക്കുറിച്ച് കൂടുതലറിയാൻ ദയവായി ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ച വ്യക്തിയെ ബന്ധപ്പെടുക. നിങ്ങളുടെ അപ്ലൈൻ സ്പോൺസറെ ബന്ധപ്പെടുക. ഇത് കൂടുതൽ വ്യക്തമായും മികച്ചതിലും മനസ്സിലാക്കാനും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാനും ഉയർന്ന തലത്തിൽ ഉടൻ സമ്പാദിക്കാൻ തുടങ്ങാനും ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി. ആശംസകൾ.